അധികാരമോഹിയായ സന്ദീപ് വാര്യർ UDF നൽകിയിരിക്കുന്ന ദൗത്യം, അതായത് സന്ദീപ് വാര്യർക്ക് UDF നൽകിയിരിക്കുന്ന ദൗത്യം ഇതാണ്. പാണക്കാട് തങ്ങളെയും മുസ്ലിം ലീഗിനെയും സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. അവരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞാൽ മാത്രമേ സന്ദീപിന് UDF വാഗ്ദാനം ചെയ്ത പദവികളൊക്കെ ലഭിക്കുകയുള്ളൂ. അതായത് തൃത്താല സീറ്റും KPCC വക്താവ് കസേരയും ലഭിക്കണമെങ്കിൽ പാണക്കാട് നിന്നും ഗ്രീൻ സിഗ്നൽ UDF ലഭിക്കണം. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല സന്ദീപിന്. കാരണം വാര്യർ എന്ന അധികാരമോഹിയായ നേതാവിനെ കുറിച്ച് ജനങ്ങളെങ്കിലും കുറച്ച് അറിയണമെങ്കിൽ, ആ നേതാവിനെ പറ്റി അറിയണമെങ്കിൽ BJP എന്ന ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സന്ദീപ് വാര്യരെ ഇത്രത്തോളം ഒരു പ്രസിദ്ധനാക്കിയത്. കൂടാതെ RSS എന്ന സംഘടനയും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തേക്ക് ഒറ്റ നിമിഷം കൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത്. എല്ലാ ഉയർന്ന പദവികളും സന്ദീപ് വാര്യർക്ക് BJP നൽകി. ആ ഒരു കൂറ് പോലും വാര്യർ BJP കാണിച്ചിട്ടില്ല. BJP നേതാവിനെ എല്ലാ നേതാക്കളെയും തിരഞ്ഞുപിടിച്ച് തമ്മിൽ തല്ലിക്കുന്ന ഒരു രീതിയാണ് സന്ദീപ് വാര്യർ പയച്ചത്. ഇത് മനസ്സിലാക്കിയാണ് ശോഭാ സുരേന്ദ്രൻ വാര്യരെ ആദ്യമേ തന്നെ പുറത്താക്കാനുള്ള പണി തുടങ്ങിയത്. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനാണ് വാര്യരെ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ മൻമോഹൻ സിംഗ് അന്തരിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ, അതായത് BJP സർക്കാർ 7 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ആ 7 ദിവസത്തെ ദുഃഖാചരണത്തിന് പോലും കാത്തു നിൽക്കാതെ, അത് കഴിയുന്നതുവരെ കാത്തു നിൽക്കാതെ വാര്യത ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് UAE പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളെയും ഒക്കെ സന്തോഷിപ്പിക്കാനും വേണ്ടി, മലപ്പുറത്തെ സകല മൊല്ലാക്കന്മാരെയും സന്തോഷിപ്പിക്കാനും വേണ്ടി വാര്യർ ഇപ്പോൾ UAE നിൽക്കുന്നത്. അവിടെ ചെന്ന് ഓരോ കോപ്രാർത്ഥനങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ചെന്ന സകല മുസ്ലിം സഹോദരങ്ങളെയും പ്രീതി പിടിക്കാനോ അവരുടെ പ്രീതി പിടിച്ചു പറ്റാനോ അറബികളുടെ വേഷം ധരിച്ചിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ വാര്യരും രാഹുലും ഇപ്പോൾ രണ്ടും കണക്കാണ്. അറേബ്യൻ മരുഭൂമിയിൽ തലപ്പാവ അണിഞ്ഞു നിൽക്കുന്ന സന്ദീപ് വാര്യരെ പരിഹസിച്ച് അഭിഭാഷകനായ രാഷ്ട്രീയ നിരീക്ഷകരുമായ ജയശങ്കർ രംഗത്തെത്തി. അതോടെ വാര്യരുടെ മനസ്സിലെടുപ്പും കള്ളത്തനവും ജയശങ്കർ കൈയോടെ പിടികൂടി. പ്രസന്നാവേഷമാണ് സന്ദീപ് വാര്യർ ധരിച്ചിരിക്കുന്നതെന്നും ഉദരനിമിത്തം ബഹുകൃത വേഷമെന്നാണ് ജയശങ്കറുടെ പരിഹാസം. മതേതരവാദിയായ പ്രസന്ന വേഷം ധരിച്ച വീരശ്രീ സന്ദീപ് വാര്യർ അറേബ്യൻ മരുഭൂമിയിൽ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്നാണ് ജയശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ്. ചിത്രത്തിനൊപ്പമുള്ള കുറിപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ, അതായത് സംസ്ഥാനങ്ങളിലെ തലപ്പാവ അണിയാറുണ്ടല്ലോ എന്നാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. എന്നാലും നരേന്ദ്രമോദി പോകുമ്പോൾ അങ്ങനെ തലപ്പാവ അണിയുന്നത് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ രാഹുൽ ഗാന്ധി ഓരോ സംസ്ഥാനത്ത് പോകുമ്പോൾ അവിടുത്തെ കോമാളി വേഷങ്ങൾ കെട്ടുന്നത് നമ്മൾ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെയുള്ളത്. ഫോട്ടോ എടുത്തത് പോട്ടെ, എന്നാൽ അതിനെ പ്രധാനമന്ത്രിയുമായി താരതമ്യം ചെയ്യാൻ സന്ദീപ് വാര്യർക്ക് എങ്ങനെ തോന്നി, സന്ദീപ് വാര്യർക്ക് എന്ത് യോഗ്യത എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മൻമോഹൻ സിംഗിന്റെ ദുഃഖാചരണമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് കൊടുക്കുന്ന പരിഗണന ഇതാണെന്നും ചിലർ വിമർശിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് നേതാക്കൾക്ക്, അതായത് മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിലെ മുതിർന്ന നേതാവുമായ മൻമോഹൻ സിംഗിന് കോൺഗ്രസ് നേതാക്കൾ കൊടുക്കുന്ന വില ഇങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരു അത്യാസന്ന നിലയിൽ ആശുപത്രിയിലായാൽ ഇവർ എത്രമാത്രം പരിഗണന കൊടുക്കുമെന്ന് ഇതോടെ കൂടി മനസ്സിലായി. ഇപ്പോൾ രാഹുലും സന്ദീപ് വാര്യറും രണ്ടും കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്നത്.